ഫൈനലി നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടേ. അങ്കമാലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്തിരി വീടെടുക്കുന്നത് സ്ലോ ആയി. അത് വേറൊന്നുമല്ല, ഒരു അങ്കിളിനെ പരിചയപ്പെട്ടു. പുള്ളിയായിട്ട് സംസാരിച്ചിരിക്കുന്നത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പുള്ളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രകളിൽ ഇതുപോലുള്ള കുറേ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുമേ. അപ്പോൾ അത് നമ്മൾ കളയുന്നതല്ലല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. ഇനി എന്തായാലും നമുക്ക് റിട്ടയറിംഗ് റൂമിൽ പോയിട്ട് കാണാം. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ട്രാക്കിലായിരിക്കും വന്ന് ഇറങ്ങുന്നത്. 1, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 1ഉം അതുപോലെ തന്നെ 1A രണ്ടും ആക്ച്വലി ഒരു ട്രെയിനിൽ നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. ഈ 1Aയുടെ സൈഡിലാണ് ആക്ച്വലി നമ്മൾ റിട്ടയർ റൂം നിങ്ങൾ എടുക്കുന്നെങ്കിൽ അതിൻ്റെ ഓഫീസ്. നമ്മൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കീയും മേടിച്ചിട്ട് വേണം നമ്മൾ ഈ പ്ലാറ്റ്ഫോം നമ്പർ 1-അടുത്തുള്ള ഈ ഒരു സൈഡിൽ വരാനായിട്ടേ. ഇവിടെ തന്നെ എഴുതിച്ചിട്ടുണ്ട് റിട്ടയർ റൂമിൻ്റെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെ ഈ ഒരു സ്റ്റെയർ കണ്ടോ, ഇതങ്ങോട്ട് കയറി ചെല്ലുന്നത് നമ്മുടെ റിട്ടയർ റൂമിലോട്ടാണ്. റിട്ടയർ റൂമും അതേപോലെ തന്നെ എഴുതിച്ചിട്ടുണ്ട് വെയിറ്റ് ടു AC ഡോർമെട്രി, ജെൻസ് AC ഡോർമെട്രി, ലേഡീസ് റിട്ടയറിംഗ് റൂം, നോൺ AC ഡോർമെട്രി. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആക്ച്വലി നോൺ AC ഡോർമെട്രിയാണ്. കാരണം എനിക്ക് AC ഡോർമെട്രിയും കിട്ടിയില്ല, അതേപോലെ തന്നെ റിട്ടയറിംഗ് റൂമും കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഓൺലൈൻ നോക്കിയപ്പോൾ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിട്ടയറിംഗ് റൂമും ഇല്ല, അതേപോലെ തന്നെ AC ഡോർമെട്രി അവൈലബിൾ ആണ്. പക്ഷേ അത് നമ്മൾ എത്ര മണിക്ക്, 7:00, ഇന്ന് രാത്രി 7:30 മണിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അത്രയും നേരം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത നോൺ AC ഡോർമെട്രി തന്നെ നിന്നു. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരെ അങ്ങ് പോവല്ലേ. ഞാൻ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് നടന്നേ. കാരണം AC ഡോർമെട്രി അതുപോലെ തന്നെ ലേഡീസിൻ്റെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നോൺ AC ഡോർമെട്രി എവിടെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ സ്റ്റെയർ അങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് തൊട്ട് സൈഡിൽ തന്നെ വേണ്ട ഇതേപോലൊരു ബാൽക്കണി ഉണ്ട്. അവിടോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ നോൺ AC ഡോർമെട്രി കേട്ടോ. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തിരുപ്പതി, സെക്കന്ദരാബാദ്, തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ട് എന്തായാലും കേട്ടോ. അപ്പോൾ നമുക്ക് റിട്ടയറിംഗ് റൂമൊക്കെ എടുത്തുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ട്രെയിനൊക്കെ കണ്ടിങ്ങനെ മുകളിൽ തന്നെ നിൽക്കാം. അതാണ് ആകെയുള്ളൊരു ഉപയോഗം. എന്തായാലും ഇതാണ് നമ്മുടെ റിട്ടയറിംഗ് റൂം, സോറി